നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മുടെ നിയമസഭയിൽ കാര്യമായ ചില വെല്ലുവിളികളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി, ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ, അതായത് മുണ്ടുടുത്ത മോദി എന്ന് വിളിക്കാൻ കഴിയുന്ന പുതിയ നേതാവാണ് ശരിക്കും വി ഡി സതീശൻ എന്ന് പറയേണ്ടി വരും. ഇതിനു മുമ്പ് പിണറായി വിജയനെ ആയിരുന്നു വി ഡി സതീശൻ അങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത് എങ്കിൽ നമുക്ക് യാതൊരു ശങ്കയുമില്ലാതെ ഇന്ന് വി ഡി സതീശനെ അങ്ങനെ തന്നെ വിളിക്കാം. കാരണം വേറൊന്നുമല്ല, വാക്കൗട്ട് പ്രസംഗം സഭയിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിർലജ്ജമായ, അല്ലെങ്കിൽ ആരിലും ലജ്ജ തോന്നിപ്പിക്കുന്ന ഒരു തീരുമാനമെടുക്കുക. എന്താണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഏകാധിപതി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ഒരു ജനാധിപത്യ ക്രമത്തിൽ നടത്തേണ്ട ചില കാര്യങ്ങൾ അതൊക്കെ വി ഡി സതീശൻ വ്യക്തമാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി തനിക്കപ്പുറം വേറൊരു വാക്കില്ല എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല. ഇന്ന് സഭയിൽ ഏറ്റവും അധികം വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടത് PM ശ്രീ പദ്ധതി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മുൻ മുഖ്യമന്ത്രിയായും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്ന ലജ്ജാകരമായ കീഴടങ്ങൽ എന്ന വാക്കുകൊണ്ടാണ്. സത്യമല്ലേ? അത് ലജ്ജാകരമായ കീഴടങ്ങലല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, PM ശ്രീ പദ്ധതിയുടെ MOU ഒപ്പിട്ടതിനെ ഏതെല്ലാം ഭാഷയിലായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരടക്കം വിമർശിച്ചത് നമുക്കറിയാവുന്നതുപോലെ PMA സലാം അദ്ദേഹം പറഞ്ഞത് ആ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അങ്ങനെ ഒപ്പിട്ടത് എന്നാണ് PMA സലാം പറഞ്ഞത്. ഞങ്ങളുടെ കുട്ടികളിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കണം, അതുകൊണ്ട് PM ശ്രീ എന്ന് പറയുന്ന ആ കരാർ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് ഞങ്ങൾ എടുത്ത അറബിക്കടലിൽ കളയും എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. അദ്ദേഹം ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് KM ഷാജി എന്നാണ്. അപ്പോൾ ഈ പിന്നീടാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് മന്ത്രിയായി N ഷംസുദ്ദീൻ വരുന്നത്. അപ്പോൾ ഷംസുദ്ദീൻ വന്നതോടുകൂടി ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരും. എന്നാൽ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഷംസുദ്ദീൻ പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ UDF നടത്തുന്ന കള്ളപ്രചരണം എന്തായിരുന്നു? ഇത് ഒപ്പിട്ടിരുന്നു, MOU ഒപ്പിട്ടു, അതിൻ്റെ പേരിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണം പിടുങ്ങിയെടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്ത ലജ്ജയില്ലാത്ത അല്ലെങ്കിൽ നാണമില്ലാത്ത സർക്കാരായിരുന്നു കഴിഞ്ഞത് എന്ന് പറയുകയല്ലേ N ഷംസുദ്ദീൻ ചെയ്തത്. അതേസമയം സുപ്രീം കോടതിയിൽ പോലും കേന്ദ്ര സർക്കാർ അഫിഡവിറ്റ് വരെ കൊടുത്തു, കേരളത്തിന് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല, അവരങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടേയില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് വേറെ ആരുമല്ല, കേന്ദ്രം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഇടതുപക്ഷ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് പോയിട്ടില്ല, പകരം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരായി സുപ്രീം കോടതിയിൽ പോകുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ കുട്ടികൾ മുഗളന്മാരുടെ സംസ്കാരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും മഹാത്മാഗാന്ധി വധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി പ്രത്യേകം പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്ത ഒരൊറ്റ സർക്കാരേ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. ആ സർക്കാരിൻ്റെ പേര് പിണറായി വിജയൻ സർക്കാർ എന്ന് തന്നെയായിരുന്നു 2021 മുതൽ 26 വരെ കേരളം ഭരിച്ചത്. എന്നാൽ അങ്ങനെ ഒരു നട്ടല് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഇനി എന്തുകൊണ്ടായിരിക്കാം ലജ്ജാകരമായ കീഴടങ്ങൽ എന്ന് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത്? കാരണമുണ്ട്. ഈ രീതിയിൽ ആ PM ശ്രീ ഒപ്പിടുന്ന ഒരാളെ ആണും പെണ്ണും കെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നു, ഇത് അറബിക്കടലിലെടുത്ത് ചാട്ടുമെന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ ശക്തി ഇതിന് BJP CPM ഡീലിൻ്റെ ഭാഗമായിട്ടാണ് PM ശ്രീ ഒപ്പിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർക്ക് അവരിപ്പോൾ ചെയ്യുന്ന എന്താ? PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു, അതിൻ്റെ ഭാഗമായി ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്യുന്നു, ഒരു ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഒരു ഉപസമിതി ഉണ്ടാക്കുന്നു. ഈ ഉപസമിതിയിൽ നിന്ന് എന്തായിരിക്കും ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുക? അവർ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ കുറേയധികം ഘടകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഒടുവിൽ തീരുമാനത്തിലെത്തുന്നു PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുക. സ്വാഭാവികമായിട്ടും PM ശ്രീ പദ്ധതിയിൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏതെല്ലാം സ്കൂളുകളെ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയും, ഏതൊക്കെ സ്കൂളുകളെ മോഡൽ സ്കൂളുകളാക്കി മാറ്റാൻ കഴിയും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും സ്കൂളുകളുടെ ലിസ്റ്റും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടതായിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായി അങ്ങനെ ഒരു ലിസ്റ്റ് ഈ പറയുന്ന കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടേയില്ല. എന്ന് വെച്ചാൽ കേരള സംസ്ഥാനം അങ്ങനെയൊന്നും കൊടുത്തിട്ടേയില്ല. ഇനി MOU പ്രകാരം ആ MOU താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു, അത് നിർത്തലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഷംസുദ്ദീൻ പറയുന്നൊരു കാര്യം. അത് 2027 വരെ ഒപ്പിടാൻ കഴിയാത്ത രീതിയിലാണ് മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴും ഇതിൻ്റെ കാലാവധി സർക്കാരിൻ്റെ കാലാവധി തീരുന്നു. അടുത്ത സർക്കാരിന് വേണമെങ്കിൽ വീണ്ടും മരവിപ്പിക്കാവുന്നതേ ഉള്ളൂ.
അപ്പം ആ രീതിയിൽ തൻ്റെ ഇടമില്ലാത്ത തീരുമാനങ്ങൾ, അപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഒന്ന് പറയുകയും നിലപാട് ഒരെണ്ണം എടുക്കുകയും എന്നാൽ അധികാരത്തിലേക്ക് കയറി കഴിയുമ്പോൾ നിലപാട് മാറ്റുകയും ചെയ്തുകൊണ്ട് ഈ പറയുന്ന സംഘപരിവാർ ശക്തികളുടെ കാലിൻ്റെ അടിയിലേക്ക് സ്വന്തം തല കൊണ്ട് വെച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ശരിക്കും ഈ പറയുന്ന UDF സർക്കാർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലജ്ജാകരമായ കീഴടങ്ങൽ എന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സർക്കാരിൻ്റെ ഈ നീക്കത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ മാത്രമാണോ ഇങ്ങനെ നിർബന്ധിതമായൊരു കീഴടങ്ങൽ സംഭവിച്ചിരിക്കുന്നത്, അല്ലെ ലജ്ജാകരമായൊരു കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത്? എന്നാൽ നമ്മൾ ഇതുവരെയുള്ള എല്ലാ വിവരങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കൂ. അങ്ങനെ ലജ്ജാകരമായ ഒരു കീഴടങ്ങൽ ഇതുവരെ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗവർണർ ആദ്യത്തെ 1-ാം ദിനം ഗവർണർ പങ്കെടുത്ത സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ പരിശോധിച്ച് നോക്കൂ. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നു. നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി ആലപിക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു സർക്കുലർ പൂർണ്ണമായി മാൻഡേറ്ററി അല്ല എന്നൊരു സർക്കുലർ നിലനിൽക്കുന്ന സാഹചര്യത്തിലും VD സതീശൻ അധികാരമേൽക്കുന്ന ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്തിനായിരുന്നു ഈ വന്ദേ മാതരം പൂർണ്ണാർത്ഥത്തിൽ ആലപിച്ചത്? അതായത് പിണറായി വിജയൻ പറഞ്ഞ ലജ്ജാകരമായ കീഴടങ്ങൽ 1 എന്ന് പറയേണ്ടി വരും. ഇനിയും ഞാൻ അങ്ങനെയല്ല, ഞാൻ സംഘപരിവാറുകാരനാണ് എന്നും ഞാൻ സംഘപരിവാർ ആഭിമുഖ്യമുള്ള നല്ല ഒന്നാന്തരം ഒരു ഹിന്ദുവാണ് എന്ന് സ്വന്തമായി തെളിയിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് VD സതീശൻ എന്ന് തന്നെയാണ്. ഒരു ദേശീയ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അല്ലെങ്കിൽ ഡിബേറ്റിനിടയിൽ അദ്ദേഹം പങ്കെടുത്ത ഒരു ഡിബേറ്റിൽ അദ്ദേഹത്തിനോട് ഈ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കം ഒപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരിൽ നിന്നുണ്ടാകുന്ന ഒരു ഈ പറയുന്ന മതപരമായ ഒരു പ്രതിസന്ധിയെ നേരിടുമോ എന്നുള്ള ഒരു ചോദ്യം, യെസ് ഓർ നോ. ഈ ഒരു മറുപടിക്ക് പകരം അവിടെ ഇത്രയും അധികം വിദ്യാഭ്യാസമുള്ള നല്ല ഒരു അഭിഭാഷകനായി കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വിദ്യാഭ്യാസമുള്ള ഇപ്പം നമ്മുടെ ധനകാര്യമന്ത്രിയായി വരെ ഇരിക്കാനുള്ള യോഗ്യതയുള്ള VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? നോട്ട് ഐ ആം എ ഹിന്ദു എന്നാണ് പറഞ്ഞത്. എന്തിനായിരുന്നു അവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തിയതെന്നുള്ള രണ്ടാമത്തെ ലജ്ജാകരമായ കീഴടങ്ങൽ. തുടർന്നും അദ്ദേഹം പിന്നീട് അദ്ദേഹം സത്യപ്രതിജ്ഞ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ലജ്ജാകരമായ കീഴടങ്ങൽ 3. അപ്പോൾ ഇങ്ങനെ ലജ്ജാകരമായ കീഴടങ്ങലിൻ്റെ ഒരു സീരീസ് തന്നെ ഈ മന്ത്രിസഭ അധികാരമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും ലീഗിൻ്റേതാണ് ഏറ്റവും നാണം കെട്ട ഒരു കീഴടങ്ങൽ. അറബിക്കടലിൽ കളയും, ഞങ്ങളതെടുത്ത് തോട്ടിലെറിയും എന്നൊക്കെ പറഞ്ഞിട്ടും ഈ പറയുന്ന KM ഷാജി എന്ന് പറയുന്ന തീപ്പൊരി പ്രാസംഗികൻ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ അത്രയും ശക്തമായി പ്രസംഗിച്ചു കൊണ്ടിരുന്ന KM ഷാജി എന്ന് പറയുന്ന ഒരാൾക്ക് നട്ടല്ലില്ലാതെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. വീണ്ടും കീഴടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ് ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ ഏതെങ്കിലും പച്ചപ്പടയെ കാണുമ്പോൾ അവരുടെ മുന്നിൽ മൈക്കും കെട്ടി നിന്ന് ഉറക്കെ പ്രസംഗിക്കാൻ മാത്രമേ ഇത്തരക്കാരെ കൊണ്ട് സാധിക്കൂ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ലജ്ജാകരമായ കീഴടങ്ങൽ. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചന്ദ്രികയിലൂടെ ഒഴുകിയ പണമോ ഇഞ്ചി കൃഷി നടത്തിയതിൻ്റെ പണമോ ഇതൊക്കെ ED അന്വേഷിക്കുമെന്ന് പേടിച്ചിട്ടാണോ ലജ്ജാകരമായി ഇങ്ങനെ കീഴടങ്ങുന്നത് എന്നുള്ളതാണ്. ഇനിയും ഉണ്ടല്ലോ നിരവധി ഉദാഹരണങ്ങൾ. അങ്ങനെ ഉദാഹരണ സഹിതം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ ഏകദേശം 10-നപ്പുറത്തേക്ക് പോകും. സംഘപരിവാറുമായി ഇവിടുത്തെ സർക്കാർ, VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ലജ്ജാകരമായി സന്ധി ചെയ്തതിൻ്റെ കണക്കുകൾ പറയാൻ. എന്നിട്ടും എൻ്റെ പൊന്നു N ഷംസുദ്ദീൻ എന്ന് പറയുന്ന മന്ത്രി, നിങ്ങൾക്ക് നാണമില്ലേ സഭയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ? ഇവിടെ CPM-ഉം BJP-യും തമ്മിൽ ഡീൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇവരുടെ ഗവർണറുടെ ഗവർണർ അധികാരത്തിന് അനാവശ്യമായി ഇടപെട്ടപ്പോൾ ഗവർണറുടെ അധികാരം എവിടെ വരെ എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ. അതിനുള്ള തൻ്റെ ഇടം ഇന്ന് N ഷംസുദ്ദീനെ നിങ്ങൾ കാണിക്കുമോ എന്നുറക്കെ ചോദിക്കേണ്ടി വരും ഇവിടുത്തെ പൊതുജനത്തിന്.
അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവിടെ നിന്നുകൊണ്ട് ലജ്ജാകരമായ കീഴടങ്ങൾ തന്നെയാണ് ഇവിടെ UDF എന്ന് പറയുന്ന മുന്നണി നടത്തിയിരിക്കുന്നത് എന്ന് ഇത്രയും ദിവസത്തെ ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.